ട്രാവൽ ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഹോട്ടൽ അതല്ലെങ്കിൽ റിസോർട്ട് സർവീസ് വില്ല ഹോം സ്റ്റേയുടെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഈ കോവിഡിന് ശേഷം തന്നെ എല്ലാ ആളുകളും, അത് വലിപ്പച്ചെറുപ്പമില്ലാത്ത എല്ലാ ആളുകളും ട്രാവലുകൾ ചെയ്യുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല ട്രിപ്പ് അവർ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പോകുന്ന ആളുകൾ, ഇപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യാത്ത ആളുകൾ, ഇവർക്ക് ഈ ഹോട്ടൽസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്കോമഡേഷൻസിന്റെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈമിനെ കുറിച്ച് വലിയ ധാരണയില്ല. അതിന്റെ പേരിൽ ഒരുപാട് ഇഷ്യൂസ് ഇത്തരത്തിലുള്ള അക്കോമഡേഷൻസ് ചെയ്യുന്ന ആളുകളുമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം പറഞ്ഞുതരാം. അതായത് ഇതിന്റെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട്, അതായത് ഒരു അക്കോമഡേഷൻ, അതിപ്പോ നല്ല പ്രൊഫഷണൽ റിസോർട്ട്സ്, ഹോട്ടൽസ്, സർവീസ് വില്ല, ഹോം സ്റ്റേസ്, അതുപോലെ എന്തും ആയിക്കോട്ടെ, അവരുടെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ട് സർവീസ് കൊടുക്കുന്നവരാണെങ്കിൽ അവരുടെ ചെക്ക് ഇൻ ടൈം നോർമലി ഉച്ചയ്ക്ക് ശേഷവും ചെക്ക് ഔട്ട് സമയം എന്ന് പറയുന്നത് രാവിലെയും ആയിരിക്കും. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പൊ മൂന്നാർ പോലുള്ള ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ വാഗമൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചില ഹോട്ടൽസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 11 മണിക്കായിരിക്കും ചെക്ക് ഔട്ട് വരുന്നത്. ചിലവർക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 11 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്കായിരിക്കും ചെക്ക് ഔട്ട് വരുന്നത്. അതായത് ഓരോ ഹോട്ടൽസ് അല്ലെങ്കിൽ ഓരോ ഈ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മാനേജ്മെന്റിന്റെ തീരുമാനം അനുസരിച്ച് സമയത്തിൽ ചെറിയ ഒരു വ്യത്യാസം വരും. ഒരു 1 2 അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരും. അതല്ലാത്ത പക്ഷം എല്ലാവർക്കും ഉച്ചയ്ക്ക് ശേഷവും രാവിലെയുമാണ് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് വരുന്നത്. നേരത്തെയൊക്കെ ചില ഹോട്ടൽസിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് ചില ലോഡ്ജസ്, ടൂറിസ്റ്റ് ഹോംസ്, പിന്നെ അത്തരം ഒരു സുഖകരമല്ലാത്ത രീതിയിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് 24 അവർ ചെക്ക് ഇൻ വരുന്നുണ്ട്. 24 അവർ ചെക്ക് ഇൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെളുപ്പിന് ചെക്ക് ഔട്ട് ചെയ്യാം. അത് ഉച്ചയ്ക്ക് രാവിലെ ഒരു 9 മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം 9 മണി വരെ നിങ്ങൾക്ക് റൂം യൂസ് ചെയ്യാം. അങ്ങനെ വരുന്നുണ്ട്. അത് പക്ഷേ ഇത്തരത്തിലുള്ള ഇത് വരുന്നുള്ളൂ. പിന്നെ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ എയർപോർട്ടുകൾ പോലുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് ഇതുപോലെയുള്ള ഫ്ലെക്സിബിൾ ടൈമിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർക്ക് റൂം ബുക്ക് ചെയ്യാം, 5 മണിക്കൂർക്ക് റൂം ബുക്ക് ചെയ്യാം, അങ്ങനെ ഒരു ടൈം വരെ 8 മണിക്കൂർ അങ്ങനെ ടൈം വരുന്നുണ്ട്. അതല്ലാത്ത പക്ഷം എല്ലായിടത്തും ഇപ്പം മേജറായിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലെല്ലാം അതിപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും ഓഫ്ലൈനിൽ ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ടൈമിംഗ് ആയിരിക്കും വരുന്നത്. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത്തരത്തിലുള്ള ഈ ടൈമുകൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഒരു വലിയ ഒരു 3 സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റിസോർട്ടുകൾ ഇതൊക്കെ ആണെങ്കിൽ ഇവർ ഈ പറയുന്ന, നിങ്ങളിപ്പോൾ ഈ പറയുന്ന സമയത്തല്ല നിങ്ങൾക്ക് എയർലി ചെക്കിങ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അഡീഷണൽ പേയ്മെൻറ്റുകൾ മേടിക്കും. അതല്ലെങ്കിൽ ലേറ്റ് ചെക്കിങ്, ഇപ്പോൾ 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിക്ക് ഇറങ്ങിയില്ലെങ്കിൽ അഡീഷണൽ വരുന്ന എമൗണ്ട്, അഡീഷണൽ വരുന്ന സമയത്തിന് അവർ എമൗണ്ട് ചാർജ് ചെയ്യും. അതിപ്പോൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ എങ്ങനെ ബുക്ക് ചെയ്താൽ അവരത് ചാർജ് ചെയ്യും. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മൂന്നാറും വാഗമണിലൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്. റിസോർട്ട്സ് ഒന്നുമല്ല, ഹോം സ്റ്റേസും സർവീസ് വില്ലാസ് ആണ് വരുന്നത്. ഇവർ നമ്മളങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് പറയുന്നില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. 2 മണി പിറ്റേ ദിവസം 11 മണി വരെയുള്ള സമയം ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പിന്നെ ഒരു ഓഫർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഡേറ്റിന് തലേ ദിവസം ഗസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചെക്ക് ഇൻ ചെയ്യാം. 9 മണിക്കോ 8 മണിക്കോ നിങ്ങൾക്ക് ഇത് വരാം. അതായത് നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിറ്റേ ദിവസം, അതായത് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്തും അന്ന് പിറ്റേ ദിവസം വേറെ ഗസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടി കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 11 മണി എന്ന് പറയുന്ന 1 മണിക്കോ 2 മണിക്കോ ഇറങ്ങിയാലും കുഴപ്പമില്ല. അത് പിറ്റേ ദിവസത്തെയും തലേ ദിവസത്തേക്ക് വേറെ ഗസ്റ്റിന്റെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് പോലെ ഇരിക്കും. അതിനെ നമ്മൾ അങ്ങനെ അഡീഷണൽ പേയ്മെന്റോ കാര്യങ്ങളോ വാങ്ങുന്നില്ല. മറിച്ച് നിങ്ങൾ വേറെ വലിയ വലിയ ഹോട്ടൽസ് അല്ലെങ്കിൽ റിസോർട്ട്സ് ഇതിലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ സമയങ്ങൾക്ക് മിക്കവരും തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം എന്ന് വെച്ച് എന്നുള്ളത്, പല ആളുകളും ഈ അതിരാവിലെയാണ് പല ഡെസ്റ്റിനേഷനുകളിലും വരുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ഈ പറയുന്ന അവർ ബുക്ക് ചെയ്യുന്നതിൽ ഈ പറയുന്ന സ്റ്റേ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഈ രാവിലെ ചെല്ലുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെറിയ ചെറിയ ഫ്രഷപ്പ് സെന്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. അത്തരം സെന്റേഴ്സിൽ പോയി ഫ്രഷപ്പ് ചെയ്തതിന് ശേഷം സൈറ്റ് സീനിങ്ങിന് പോവുക. സൈറ്റ് സീനിങ്ങിന് പോയതിന് ശേഷം ഇവർ എപ്പോഴാണോ ചെക്ക് ഇൻ ടൈം പറയുന്നത് ആ സമയത്ത് ചെല്ലാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കും അതുപോലെ തന്നെ ഇത് വരുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാതെ ആ കാര്യം നടന്നു പോകും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചെറിയ കാര്യമുള്ളൂ. സംഭവം ചെറിയ കാര്യമാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന്റെ പേരിൽ പലപ്പോഴും പല ഹോട്ടലുകാരും വരുന്നവരൊക്കെ തമ്മിൽ പല സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്, പല വർത്തമാനങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിവതും ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് പല ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല വരുന്ന ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ ആളുകൾക്കൊന്ന് മനസ്സിലാക്കി വരാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഗമൺ മൂന്നാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ടൂറുകൾ വരുന്നവർക്ക് അക്കോമഡേഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പുകളും കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.